കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ 1997-2000 ബികോം ബാച്ചിന്റെ റീയൂണിയൻ നടന്നു. സ്നേഹക്കൂട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സർഗാത്മകതയിലൂന്നിയ തലമുറയെ വാർത്തെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള സർഗശക്തി കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സമൂഹത്തിൽ പോസിറ്റീവ് ചിന്തകൾക്ക് പകരം നെഗറ്റീവ് മനോഭാവം വർദ്ധിച്ചു വരികയാണെന്നും ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ വന്ന വഴി മറക്കരുതെന്ന സന്ദേശവും മുൻ ഗോവ ഗവർണർ നൽകി. ഒരു കുട്ടിയിൽ അന്തർലീനമായ സർഗശക്തിയുടെ കണ്ടെത്തലാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം. അക്കാദമിക് തലത്തിൽ വലിയ രീതിയിൽ എത്തുന്നത് മാത്രമല്ല, അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കണ്ടെത്താൻ സമൂഹത്തിന് സാധിക്കുമ്പോഴാണ് യേശുദാസന്മാരുണ്ടാകുന്നത്, മോഹൻലാൽമാരുണ്ടാകുന്നത്, മമ്മൂട്ടിമാരുണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കണ്ടെത്തലിന് വേണ്ടിയുള്ള വഴിമരുന്നിടന്നലായി ഞാൻ ഇതിനെ കാണുകയാണ്. അറിയില്ല എത്ര ആളുകൾ, ഇപ്പൊ യേശുദാസ്, ഗാനഗന്ധർവനായ യേശുദാസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകള് എവിടെങ്കിലും ബാത്റൂമിൽ പോകുമെങ്കിലും ഒരു വരി ചുണ്ടോണ്ട് ആരും കേൾക്കാതെ പാടാത്ത ഏതെങ്കിലും മലയാളമുണ്ടോ? പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക, യേശുദാസ് എത്ര യേശുദാസന്മാർ നമുക്കിടയിൽ ജനിച്ചു, നമ്മോടൊപ്പം ജീവിക്കുന്നു, അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവരെ സമൂഹത്തിന് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. വെബ്സൈറ്റ് ഉദ്ഘാടനം, പുസ്തക പ്രകാശനം, ഹാൻഡ് ബുക്ക് റിലീസിംഗ് എന്നിവയും PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ജെയിംസ് K. ജെയിംസ് അധ്യക്ഷനായിരുന്നു. ദേവമാതാ കോളേജ് മാനേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മനാശ്ശേരി, ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ C. മാത്യു, ബർസാർ ഫാദർ ജോസഫ് പണിഞ്ചിറ, പ്രൊഫസർ TC കുര്യാക്കോസ്, പ്രൊഫസർ ജോർജ് മാത്യു, ഡോക്ടർ അനീഷ് തോമസ്, അനീഷ് ജോസഫ്, റോബിൻ ജോർജ്, എബിൻ കുര്യൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക ദുരിതമനുഭവിക്കുന്നവർക്കായി കൈമാറി. കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ ബികോം കോഴ്സ് പഠിക്കുന്ന 2 വിദ്യാർത്ഥികളുടെ മുഴുവൻ പഠന ചെലവും വഹിക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം തീരുമാനമെടുത്തു.